എന്തായാലും സംഗതി അസലായി. നടേശൻ മിനിസ്റ്ററോട് കളിച്ചാൽ കളിസംഘം കല്യാണ വീട് വരെ എത്തുമെന്ന് അവൾക്ക് ഇപ്പൊ ബോധ്യമായി കാണും. അല്ലേ തങ്കപ്പ? കൊമ്പൻ സ്രാവിന്റെ അടുത്ത് കരിക്കാടി ചെമ്മീൻ കളിക്കണ പോലെ അവക്കട ഒരു കളി. അന്ന് അവക്കട വീട്ടിൽ പോയി കാല് പിടിച്ച് പറഞ്ഞതാ കേസ് പിൻവലിച്ച് എന്ത് പണ്ടാരം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നടേശൻ സാറ് വരും ഒരു മൈ തങ്കപ്പ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഒരു മൈ ഗുണാഞ്ചനാണെന്ന് കരുതിക്കാണെന്ന് പറഞ്ഞതാ. അത്രേ ഉള്ളൂ. എന്നാ പറഞ്ഞു? സാറ് വിചാരിച്ച് മറ്റതാണെന്നാ. അത് ഞാൻ നിർത്തി. അന്ന് അവക്കട മട്ടും പാവം കാണണമായിരുന്നു. പത്രകാളിയല്ലേ പത്രകാളി. എന്നാലും ഈ കാര്യം ഇന്നലെ തന്നെ അവന്മാരെന്നെ വിളിച്ചു പറയാതിരുന്നത് വളരെ മോശമായി പോയി. അവര് ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു എന്നാ പറഞ്ഞേ. എന്നിട്ട് സാർ ഔട്ട് ഓഫ് റേഞ്ചിലാണെന്ന് സാറിന്റെ PA പറഞ്ഞു. ആ തെണ്ടി എങ്ങനെ പറഞ്ഞു? ചൊരണ്ട് മലയാളി ചൊരണ്ട്, സ്വർണവർഷം നിന്നെ കാത്തിരിക്കുന്നു. എന്താ സ്വർണം കിട്ടാനും സമ്മതിക്കല്ലേ ഇയാള്? തങ്കപ്പൻ ഇരിയടോ. വേണ്ട സാറേ, സാർ എനിക്ക് ഒരുപാട് ഫ്രീഡംസ് തന്നിട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ റെസ്പെക്ടാലിറ്റി നോക്കണ്ടേ? തെറ്റിയല്ലേ? തെറ്റി തെറ്റി തെറ്റി. സാർ എടോ, ഞാൻ കേട്ടത് നേരാണോ? സാർ എന്താ കേട്ടതെന്ന് ഞാൻ കേട്ടില്ലല്ലോ. കണ്ടാ, ഞാൻ ഇന്നലെ ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നെന്ന് ആ മണ്ഡലം സെക്രട്ടറി വിജയകുമാറും പങ്കയാശനും വിളിച്ചു ചോദിച്ചപ്പോ താൻ പറഞ്ഞു. അത് പിന്നെ അവര് വിളിച്ച് രാത്രി 10 മണിക്കാ. സാർ ഇന്നലെ പേഴ്സണൽ ഗസ്റ്റ് ഹൗസിലായിരുന്നല്ലോ, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ. അതവൻ പറഞ്ഞത് നേരാ. ഗസ്റ്റ് ഹൗസിൽ ചെന്നാ 8 മണിയാവുമ്പോഴേക്കും സാർ ഔട്ട് ഓഫ് റേഞ്ച് ആവും. 9 മണിയായാല് സ്വിച്ച് ഓഫ് ആവും. അല്ല, ഈ വീക്കിൽസ് ഒന്നും നമ്മുടെ അണികൾക്ക് അറിയില്ലല്ലോ. അറിഞ്ഞാലും നടേശൻ ഒരു ചുക്കുമില്ല. തങ്കപ്പ, എന്തോ ഈ മന്ത്രിപ്പണി എന്ന് പറയുന്നത് തന്നെ പോലെ ചുമ്മാ MLA പണിയല്ല. നാട്ടുകാരോടും കൂട്ടുകക്ഷികളോടും പ്രതിപക്ഷത്തോടും ഒക്കെ വികസനം എന്ന് പറഞ്ഞ് വായിട്ടലിച്ച് ഓരോ പദ്ധതികൾ ഉണ്ടാക്കി 10 കാശുണ്ടാക്കുമ്പോ മനുഷ്യന്റെ ഊപ്പാട് വരും. അപ്പൊ ചില വീക്ക്നെസ്സുകളൊക്കെ ആകാം. ഈ ടെൻഷന്റെ ഇടയിൽ ചില റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? ഏത് അതെ, മറ്റു മന്ത്രിമാരെ പോലെ അത്ര വലിയ കുഴപ്പമൊന്നും നടേശൻ സാറിനില്ല. വെറും സിമ്പിൾ 3 വീക്ക്നെസ്. MPL. അതെന്നത് MPL? ഞാൻ പുതുതായിട്ട് കേൾക്കാന്നല്ലോ. മണി, പവർ ആൻഡ് ലേഡീസ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പേ. പണം, പദവി, പെണ്ണ്. മുഴുവൻ വീക്ക്നെസ്സുകളുള്ള മന്ത്രിമാരുടെ ഇടയിൽ വെറും 3 വീക്ക്നെസ് ഉള്ള ഞാൻ ആദർശിതിരുന്നല്ലോടോ. അല്ലേലും ഇച്ചിരി വീക്ക്നെസ് ഇല്ലാത്തവരായിട്ട് ആരാ ഉള്ളേ? അതുള്ളതാ. ദേവലോകം ഭരിച്ചിരുന്ന ഹൈക്കമാൻഡ് ദേവേന്ദ്രൻ വരെ എത്ര പെണ്ണുങ്ങളാണ് പീഡിപ്പിച്ചിട്ടുള്ളത്. അതെ, ദേവേന്ദ്രൻ ആയതുകൊണ്ട് അത് എഴുതി തള്ളി. ഈ പെണ്ണുങ്ങളൊക്കെ കേസ് കൊടുക്കാൻ പോയ ദേവേന്ദ്രന്റെ സ്ഥിതി എന്താകും? ഇത് ചുമ്മാ മോഹം കൊണ്ടൊന്ന് കൈമാറി കയറി പിടിച്ചു വെച്ച് അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. IAS-കാരും IPS-കാരും പിടിച്ചോ എന്ന് പറഞ്ഞ് മന്ത്രി പറഞ്ഞു ക്യൂ നിൽക്കുക. അപ്പൊ പിന്നെ ബഹളം വെക്ക ഇവിടെ മോണിക്ക വിസ്കിയ. തെറ്റിയല്ലേ? തെറ്റി. മോണിക്ക 11. നടേശൻ സാറ് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലയോ? ഇല്ലേൽ അവളുടെ പില്ലർ അടിച്ചതൊക്കെ ഫൗണ്ടേഷൻ ഞാൻ ഇളക്കത്തില്ലായിരുന്നോ? അതൊന്നും വേണ്ട പാപ്പച്ച. അല്ലാതെ തന്നെ ഞാൻ അവളെ എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി. മിനിസ്റ്റർ നടേശൻ ഒന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയേ അടങ്ങും. കേസിന്റെ വിധിയൊന്ന് വന്നോട്ടെ. വിധി എന്തോ ആയിക്കോട്ടെ, തോറ്റാലും ജയിച്ചാലും ഞാനതിന് കാര്യമാക്കുന്നില്ല. ഇപ്പൊ തന്നെ ഒരു ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചതിന് തുല്യായി. ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച ഒരാൾക്ക് വധശിക്ഷ കൂടി കൊടുക്കണമെന്ന് ഒരു കോടതിയും പറയില്ലല്ലോ. അത് തന്നെയാ ഞാനും പറയുന്നത്. വിധി ന്യായൊന്നും കേൾക്കാൻ അമ്മ ഇനി കോടതി വരാൻ പോയി കാത്തിട്ട് നിൽക്കണ്ട. നമ്മൾ ഒരുമിച്ച് നാളെ കോളേജിലേക്ക് പോകുന്നു. വേണ്ട മോനെ, ആളുകൾ കൂടിനടുത്ത് പോകാൻ എനിക്കിപ്പോ പേടിയാ. ഇനി കുത്തുവാക്ക് കേൾക്കാൻ വയ്യ. അമ്മ ആരും ഒന്നും പറയില്ല. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രൈസ് വാങ്ങുന്ന കാണാൻ എന്റെ അമ്മ മുൻനിരയിൽ തന്നെ ഉണ്ടാവണം. എന്നാലും ഇല്ല. പിന്നെ എന്റെ പൊട്ട സ്കൂട്ടറിന്റെ ബാക്കിൽ അമ്മ ഇരുത്തിക്കൊണ്ടുവന്ന കാര്യം ഓർക്കുമ്പോഴാ ആ ലേഖയും ജൂലി എന്നെ കണ്ട അപ്പം തുടങ്ങും. എന്റെ പൊന്നു രമേശ, ഈ പാട്ട് വണ്ടി കളഞ്ഞിട്ട് ഒരു ബൈക്ക് വാങ്ങിക്കൂടെന്ന്. 999 രൂപ ഡൗൺ പേയ്മെന്റ് ബൈക്ക് കൊടുക്കണ എന്റെ പരസ്യമുള്ള ഒരു പേപ്പറും കൊണ്ടുവന്നു. ഇവിടെ എവിടെയോ കാണണോ അത്? ഈശ്വര, അമ്മയൊന്ന് സമ്മതിച്ചെന്നാ മതിയാ. അമ്മയ്ക്ക് മോഹമില്ലാഞ്ഞിട്ടാ. നിന്നെ ഒരു രാജകുമാരനെ പോലെ വളർത്തണമെന്ന അമ്മയ്ക്ക്. പക്ഷേ മോന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ. അയ്യേ കരയ്യ. എനിക്കറിഞ്ഞൂടെ അച്ഛന്റെ കടങ്ങൾ വിട്ടാൻ അമ്മ പെടുന്ന പാട്. പിന്നെ എന്റെ കേസ്, വക്കീൽ ഫീസ് ഒക്കെ എനിക്കറിയാം. ബൈക്ക് ഉടനെ വാങ്ങുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്.
നമ്മുടെ കടങ്ങളൊക്കെ തീർന്ന് സ്വസ്ഥമായിട്ട്. അല്ല, അപ്പോഴേക്കും ഞാൻ സമ്പാദിച്ചു തുടങ്ങില്ലേ? അപ്പൊ പിന്നെ നമ്മ നോക്കിയോ, ഈ വാടക വീട് മാറി പണ്ട് നമുക്കുണ്ടായിരുന്ന കൊട്ടാരം പോലെ ഒരു ബംഗ്ലാവ് പണിത് എന്റെ അമ്മയെ ഞാൻ അതിലെ മഹാറാണിയാക്കും. അമ്മ മഹാറാണി. എന്നിട്ട് ബെൻസ് കാറി കയറി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംലയിലേക്ക് ഒരു ടൂർ. എന്താ? പക്ഷെ നാളെ അമ്മ മഹാറാണി എന്റെ പൊട്ട സ്കൂട്ടറിൽ തന്നെ വരേണ്ടി വരും. വരില്ലേ? വേണോ? വേണം. നാളെ നമ്മൾ ഒരുമിച്ച് കോളേജിൽ പോകുന്നു. യോയോ യാ യാ. എന്റെ അമ്മ ഇത് എന്തു പറ്റി? ഭരണകക്ഷികൾ കൂട്ടത്തോടെ വല്ല ജനസമ്പർക്ക പരിപാടിയാണോ? പിന്നെ അല്ലാതെ തന്നെ കിട്ടാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഇവിടുത്തെ ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോ ഈ നമ്പർ നിലവിലില്ലെന്നാ പറയുന്നത്. അത് കട്ടായിട്ട് കുറച്ചു നാളായി. എങ്കിൽ പിന്നെ ഈ രമേശിന് ഒരു സെൽഫോൺ വാങ്ങിക്കൊടുത്തൂടെ? അല്ല, അതിനു വേണ്ട ഭൂകമ്പം ഇപ്പൊ എന്താ ഉണ്ടായേ? രമേശ, ജൂബിലി സെലിബ്രേഷന് സിനിമാ നടൻ മമ്മൂട്ടിയെ കൊണ്ടുവരാൻ നേറ്റത് ലേഖയല്ലേ? ആ, അത് പൊളിഞ്ഞ്. മൈ ഡിയർ സ്റ്റുഡൻസ്, എന്റെ പൊന്നുമക്കളെ, നമ്മുടെ കോളേജിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു സുദിനമാണിന്ന്. ദേവിയിൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓ, ഈ കഴിവേറി മക്കള്! നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ളെന്നാ വചനം. അതൊരു പഴഞ്ചൊല്ലല്ലേ? ഞാൻ ഉണ്ടാക്കിയ ഒരു വചനാണെന്ന് വെച്ചോ. ആ ലേഖയുടെ വാക്ക് കേട്ട് അച്ഛൻ തുള്ളുമ്പോഴേ ഞാൻ പറഞ്ഞാണ് സൂക്ഷിക്കണം. എവിടെയാ അവള്? മമ്മൂട്ടിയുടെ മുമ്പിൽ ഡാൻസ് ചെയ്യാൻ കിട്ടിയ അവസരം ഞാനിന്ന് കലക്കും. മൊത്തം കലങ്ങാതിരുന്നാ മതി. അതൊക്കെ രമേശ് നോക്കിക്കോളൂ. അവിടെ ഇരിടി. മുഖ്യമന്ത്രി എത്താൻ വൈകും. മമ്മൂട്ടി എത്തിയിരുന്ന ഉദ്ഘാടനമെങ്കിലും നടത്താമായിരുന്നു. ലേഖ എവിടെ? എവിടെ അവള്? അവളിപ്പോ വരൂ. അതോ മുങ്ങ? സത്യം പറഞ്ഞോളെ. നിന്റെ ഒരു ഒറ്റ ആളുടെ ബലത്തിലാ ഈ കുരിശെടുത്ത് ഞാൻ തോളെ വെച്ചത്. വല്ലതും നടക്കുവോ? ധൈര്യമായിട്ടിരിക്കച്ചോ. മമ്മൂട്ടി മാത്രല്ല, മോഹൻലാലും എത്തും. സത്യമാണോ? അവസാനം ഞാൻ ഈ കോളേജിൽ നിന്ന് ഓടേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ഓടിയാൽ ഒളിക്കാൻ ഒരൊറ്റ പള്ളി പോലും ഇല്ല. എല്ലാം പൂട്ടിയിട്ടിരിക്കുക. കർത്താവാണ് അതിന്റെ അകത്ത് പെട്ടും പോയി. അച്ഛൻ എന്തായാലും അതുപോലെ വിടില്ല. ധൈര്യമായിട്ട് അനൗൺസ് ചെയ്തോ. സൂപ്പർ സ്റ്റാറുകൾ പുറപ്പെട്ടു കഴിഞ്ഞാച്ചോ. സത്യമാണോ? തനിക്ക് മനസ്സിലായോ ഇപ്പൊ എന്റെ പിള്ളേരുടെ ചോണ? എനിക്ക് മമ്മൂട്ടിയുടെ കൂടെ വന്നൊരു ഫോട്ടോ എടുക്കണം. ഞാനും കുറെ നാൾ നടന്നതാണ് അഭിനയിക്കാൻ. പാടോ ഒന്ന് അനൗൺസ് ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഹലോ നന്ദിനി. ഇന്ന് കേസിന്റെ വിധി കേൾക്കാൻ പോയില്ലേ? ഇല്ല. ഭയങ്കര തന്റേടം തന്നെ, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു മക്കളെ, മൈ ഡിയർ സ്റ്റുഡൻസ്, സുവിശേഷ വചനം പോലെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ് തിരികൊടുത്തി ഉദ്ഘാടനം ചെയ്യാൻ മമ്മൂട്ടി മാത്രമല്ല, മോഹൻലാലും വരുന്നുണ്ട്. എന്റെ കർത്താവേ, ഞാൻ എന്താ ഈ കാണുന്നേ? പ്രിയമുള്ളവരെ, ഊഷ്മളമായ നിങ്ങളുടെ വരവേൽപ്പിന് നന്ദി. സോറി, ഞാൻ പാടാനൊരുങ്ങിയല്ല വന്നിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കുന്നേ. നീയൊക്കെ കൂടെ ചേർത്ത് അവളന്മാർക്ക് വേണ്ടി ഞങ്ങളെ ഫൂളാക്കായിരുന്നല്ല. കൊല്ലരുത്. ഞെട്ടിക്കുന്ന സത്യം ഞങ്ങൾ തുറന്നു പറയാം. എന്ത് സത്യം? അവളുമാരെ തകർക്കുന്ന സത്യം ഞങ്ങൾ പറയാം. ഞങ്ങൾ മിമിക്രിക്കാരാണ്. ഞങ്ങൾ മിമിക്രിക്കാരാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എടാ ഇരിക്കാൻ. ഇനി ആരും ഒരക്ഷരം പോലും മിണ്ടിപ്പോവൻ.
ക്ഷമിക്കണം, മുഖ്യമന്ത്രിക്ക് പകരം ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിയാണ് മക്കളെ വരുന്നത്. അച്ഛോ ഇതും മാസ്ക് ആണോ? മാസ്ക് അല്ലടാ കോപ്പി. ഒറിജിനൽ മന്ത്രിയാ വരുന്നത് അല്ലടോ? അതെ അതെ അതെ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി സാക്ഷാൽ ശ്രീ നടേശൻ സാറിനെയും അദ്ദേഹത്തോടൊപ്പം MLA സാക്ഷാൽ SA തങ്കപ്പനെയും PA ദാസപ്പനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ, ആഴക്കടലിൽ നീന്തുന്ന കൊച്ചു കൊച്ചു ചാള കുഞ്ഞുങ്ങളെ പോലെ ഈ വലിയ എഡ്യൂക്കേഷനിൽ തുള്ളിക്കളിക്കുന്ന സ്റ്റുഡൻസുകളെ സന്തോഷം കണ്ട നമ്മുടെ പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രി നടേശൻ സാറിന് സാഗര പോലെ പ്രസംഗിക്കാനുള്ള ചാലു തുറക്കലാണ് എന്റെ ജോലി. അതിലെനിക്ക് അഭിമാനമുണ്ട്. പ്രിയമുള്ളവരെ, ഞാനും എന്റെ പാർട്ടി STCPയും ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം സുനാമി തിര പോലെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും നടേശൻ സാറിനെ തുടച്ചു മാറ്റുമായിരുന്ന ഒരു വലിയ കേസിന്റെ വിജയമറിഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. കടലമ്മയുടെ കൃപയാൽ കോടതി നടേശൻ സാറിന്റെ കൈകൾ പരിശുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി തോൽവി എന്തെന്നറിയാതെ ഈ രാജ്യം ഭരിച്ച് ഒരു നിലയിലാക്കിയ നമ്മുടെ അഭിമാന സ്തംഭനമാണ് നടേശൻ സാറ്. ഇനിയും ഇതുപോലെ 100 കേസുകൾ ഉണ്ടാക്കട്ടെ എന്നും അതെല്ലാം വിജയിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ജയ് ജയ് STCP. ജയ് ജയ് STCP.